കൊറിയർ എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഇതുപോലെ വെള്ള പേപ്പറുകൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ട ഇതുപോലെ വെള്ള പേപ്പറുകളിൽ ഞാനിതുപോലെ അഡ്രസ്സ് എഴുതി വെച്ചിരിക്കും. അഡ്രസ്സ് എഴുതിയതിന് ശേഷം അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് എൻ്റെ ബാക്കിലൊന്ന് ലേബൽ ചെയ്യും. ആദ്യം ഒന്നിൽ ഇതുപോലെ എല്ലാം എന്ന് എഴുതിയൊന്ന് കൃത്യമായിട്ട് വച്ചിരിക്കും. കണ്ട അവരുടെ ഫോൺ നമ്പറും വിത്ത് അവരുടെ ഓർഡർ. ഇപ്പോൾ എനിക്ക് നാളെ ഒരു 10 ഓർഡർ ഉണ്ട്. അപ്പം കണ്ട അത്രയും ഓർഡറെല്ലാം സെറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എല്ലാത്തിനും അഡ്രസ്സെല്ലാം ഇതുപോലെ ഇരുന്ന് ഒരു അരുവയായിരുന്നു എല്ലാ അഡ്രസ്സെല്ലാം എഴുതിയതിന് ശേഷം എല്ലാം ഫസ്റ്റിൻ്റെ പേരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എഴുതി അഡ്രസ്സെല്ലാം എഴുതിയതിന് ശേഷം നാളെ രാവിലെയാണ് പാക്കിങ്. ഞായറാഴ്ചയാണ് പാക്കിങ്, ശനിയാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ ഇരുന്ന് ഞാൻ പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് തിങ്കളാഴ്ച രാവിലെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സ് എല്ലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡ്രസ്സ് എല്ലാം എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 11 ഓർഡർ ഉണ്ട് ഈ ആഴ്ചത്തേക്കുള്ള. അപ്പോൾ 11 ഓർഡർ ഒരുമിച്ച് ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്യും. അപ്പോൾ പാക്കിങ് വീഡിയോ എല്ലാം ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിരിക്കാം. വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്. അപ്പോൾ ഫിഷ് ഒരു 2 ഓർഡർ ഉണ്ട്. ബാക്കി വാട്ടർ പ്ലാന്റ്സും പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് നാളത്തേക്ക് ഇൻഡോർ പ്ലാന്റ്സ് കുറവാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഒന്നായിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സാധാ പ്ലാന്റ്സ് മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് പാക്കിങ്ങിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ ആദ്യം ഇന്ന് പാക്ക് ചെയ്യാൻ പോകുന്ന പ്ലാന്റ് മെക്സിക്കൻ സോഡാണ്. ഒരു പ്ലാന്റ് മാത്രമാണ് ഈ ഓർഡറിലുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ കണ്ണൂരത്തേക്കുള്ളതാണ്. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പേപ്പറിൽ ഫോൾഡ് ചെയ്യും. അതിനുശേഷം ഞാനിപ്പോൾ വാട്ടർ പ്ലാന്റ്സിന് എങ്ങനെയാണ് കൊറിയർ അയക്കുന്നത് എന്നുള്ള കറക്റ്റ് വീഡിയോസ് ഞാൻ പലതിനും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കൊറിയർ അയക്കുന്ന ഒരു ദിവസത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാക്സിമം കഴിയുകയാണെങ്കിൽ കണ്ടോളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൂടുതൽ പറയുന്നില്ല. ഇതിൻ്റെ കൽസിന് വച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കും. കണ്ടോ ഇങ്ങനെ. എന്നിട്ടിന് വെള്ളം കൂടെ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് ചുറ്റി എടുക്കാം. ലീഫിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിനി പാക്കറ്റിലായി. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഓർഡർ ഉണ്ട്. എനിക്കിപ്പോൾ ഇന്ന് കുറച്ച് വാട്ടർ ലില്ലീസിന് ഓർഡർ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഓർഡറിൽ ഞാൻ വാട്ടർ ലില്ലി പ്ലാന്റ്സ് കളക്ട് ചെയ്യാനാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പാക്കിങ്ങിൻ്റെ വീഡിയോ മൊത്തം ആഡ് ചെയ്യുന്നതിന് കൂടെ ഇടാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഞാനിപ്പോൾ എക്സാമ്പിൾ അവിടെ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നൈറ്റ് ബ്ലൂമർ എടുക്കണം, ഒരു പിങ്ക് നൈറ്റ് ബ്ലൂമർ, പിന്നെ പീച്ച് ബ്ലോ, മെക്സിക്കൻ യെല്ലോ, റോസ് വാട്ടർ ലില്ലി, ഇസ്ലാമറോഡ്. അപ്പോൾ ഇത്ര ഇനി കളക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഓരോ വാട്ടർ പ്ലാന്റ്സ് ആയിട്ട് കളക്ട് ചെയ്യാൻ പോവാം. അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി കാണിച്ചു. മെക്സിക്കൻ എല്ലാം എടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വാട്ടർ ലില്ലിയിൽ എനിക്കിത് എടുക്കാനുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് ബ്ലൂമറാണ്. നൈറ്റ് ബ്ലൂമർ കണ്ട. കണ്ട ഈ ഒരു സൈസുള്ള പ്ലാന്റൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. വാട്ടർ ലില്ലിയുടെ എടുത്തിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ എല്ലാത്തിനും കൊണ്ട് ഒരിടത്ത് തന്നെ വച്ചിരിക്കുക, അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നത് തന്നെ കൺഫ്യൂസ് ആയി പോകണ്ട. ഒരു മെക്സിക്കൻ എന്തോ എടുത്തിട്ടുണ്ട്, ഒരു വാട്ടർ ലില്ലി, പിന്നെ നമ്മുടെ നൈറ്റ് ബ്ലൂം. പിന്നെ അടുത്ത് ഇസ്ലാമറോഡ് എടുക്കാനുണ്ട്. ഇസ്ലാമറോഡ് ഇന്ന് ഒരു ഫ്ലവർ നിൽക്കുകയല്ലേ, പാവ ഫ്ലവറിന് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നാട് കടത്തുന്നില്ല, അവിടെ നിൽക്കട്ടെ, വിരിഞ്ഞിക്കട്ടെ. അപ്പോൾ ഇതും ഫ്ലവർ ഉള്ളത് തന്നെ. ഫ്ലവർ ഇല്ല, പക്ഷേ മൊട്ടുണ്ട്. നമ്മൾ മൊട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കണ്ട കൊടുക്കുന്നുണ്ട്. മൊട്ട് ഇപ്പം ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ മൊട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കണ്ട. മൊട്ടുണ്ട് കണ്ട, നല്ല മൊട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. എടുത്തിട്ടുണ്ട്. ഇത്ര നമ്മൾ സൂപ്പർ പ്ലാന്റുകളൊക്കെയാണ് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അതായി. ഇനി അടുത്ത ഓർഡറിൽ നോക്കണം. അപ്പോൾ വെള്ളം നനഞ്ഞ് ഇനി പിങ്ക് എടുക്കാനുണ്ട്, പീച്ച് ബ്ലോ. നൈറ്റ് ബ്ലൂമർ എടുത്തു കഴിഞ്ഞു. ഇനി ഇസ്ലാമറോടെ എടുത്തു, റോസും പീച്ച് ബ്ലോയും പിങ്കും. റോസ് കിടക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇതിലാണ് ഇനി അടുത്ത് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ എല്ലാം കൺഫ്യൂസ് ആയിപ്പോവും. അത് റോസ്, ഇത് പിങ്കാണ്, ഇതും പിങ്കാണ്. അപ്പോൾ ഇതെടുക്കാം. പിങ്ക് എടുത്തിട്ടുണ്ട്. വലിയ പ്ലാന്റാണ്, പിങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അയക്കാനുള്ള പ്ലാന്റുകളെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. കുറേ പ്ലാന്റ് അയച്ചു. ഇപ്പോൾ നമ്മൾ താഴത്തെ വിളയിൽ വന്ന് എടുത്തിട്ടുള്ള പ്ലാന്റ്സാണ് ഇവിടെ ഞാൻ നട്ടിട്ടുള്ള. നമ്മളെ മെക്സിക്കൻ യെല്ലോ, പിന്നെ നൈറ്റ് ബ്ലൂമർ, ഇസ്ലാമറോഡോ, നമ്മുടെ റോസ്, പിന്നെ ഇത് പിങ്കിൻ്റെത്, ഇത് പിന്നെ
നമ്മുടെ പീച്ച് ബ്ലോൺ ഉണ്ട്, നല്ല കിഴങ്ങൊക്കെ ഉള്ള അടിപൊളി പ്ലാന്റ് ആണ്. ഇത് ട്രിവാൻഡ്രത്തിനുള്ള ഒരാൾ ഓർഡർ ചെയ്തതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കണ്ട് മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെല്ലാത്തിനും എടുത്തുകൊണ്ട് പോയിട്ട് നമുക്കിനി പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. 98 68 എന്നുള്ള നമ്മുടെ നമ്പർ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിറച്ച് പ്ലാൻസ് ഉണ്ട്, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഏകദേശം ഒരു 3 മണിക്കൂർ രാവിലെ പാക്ക് ചെയ്തു. അതിനുശേഷം വൈകുന്നേരത്തിന് ശേഷം 2-3 ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡറും കൂടെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. എല്ലാം കൂടെ പാക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ ഏകദേശം ഒരു 4-5 മണിക്കൂർ എടുക്കും. എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കിട്ടുന്ന ഓർഡറെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചല്ല തിങ്കളാഴ്ചകളിലാണ് കൊറിയർ അയക്കുന്നത്. അപ്പോൾ കൊറിയറിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് കൊറിയേഴ്സ്. കണ്ടോ, എനിക്ക് കിട്ടിയിട്ടുള്ള കൊറിയറാണ്. കണ്ടോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ കാണുന്ന സ്നേഹസമ്പന്നരായ ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നതാണ്. കേട്ടോ, ഇതുപോലെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. ഉണ്ട്, ഇതുപോലെ പാക്ക് ചെയ്യും ഞാൻ. ഇത് കുഞ്ഞു ഓർഡറാണ്, ഒരു കുഞ്ഞു പ്ലാന്റ് എന്തോ ആണ്, കറക്റ്റ് എന്തോ വാട്ടർ പ്ലാന്റ് എന്തോ ആയിരിക്കും. അതിന് ഓർഡറിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. എല്ലാത്തിനും പിറകെ ഒരു നമ്പർ കൊടുത്തിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു നമ്പർ കൊടുത്തിരിക്കും. ആ നമ്പറിലാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരുന്നത്. എന്തൊക്കെ പ്ലാൻസ് എല്ലാം ഉണ്ടെന്ന് ഇതിൻ്റെ ബാക്കിലൊരു നമ്പർ കൊടുത്തിരിക്കും. അതെനിക്കറിയാൻ പറ്റും. പിന്നെ ഇത് ഓരോ പ്ലാൻസ് കണ്ടോ. പിന്നെ ഇത് വന്നിട്ട് ഏതോ ഒരെണ്ണം തമിഴ്നാട് ഒരെണ്ണം ഉണ്ട്, നാളത്തേക്ക്. തമിഴ്നാട് ഒരെണ്ണം ഉണ്ട്, ഇത് ചെന്നൈയിലത്തേക്കുള്ളതാണ്. ബാക്കിയുള്ള എല്ലാം കേരളമാണ്. പിന്നെ ഫിഷ് ഞാനിപ്പോൾ പാക്ക് ചെയ്തിട്ടില്ല. ഫിഷിൻ്റെ പാക്കിങ് ഞാൻ തിങ്കളാഴ്ചകളിൽ രാവിലെയാണ് പാക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. പ്ലാൻസ് എല്ലാം ഞായറാഴ്ചയാണ് ഞാൻ പാക്ക് ചെയ്ത് വയ്ക്കും, വാട്ടർ പ്ലാൻസും എല്ലാം. കാരണം ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെൻസിറ്റീവാണ്. അതിന് നമ്മൾ കുറച്ച് കൂടുതൽ സമയം വച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഫിഷ് തിങ്കളാഴ്ചകളിൽ രാവിലെ ആണ് പാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ ട്രിവാൻഡ്രത്തുള്ളതാണ്. കേട്ടോ, ഒരു വലിയ ഓർഡറാണ്. കുറേ വാട്ടർ ലില്ലീസാണ് ഉള്ളത്. ഏകദേശം ഒരു 6-7 വാട്ടർ ലില്ലീസ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ള ആളാണ്. അപ്പോൾ ഇതുപോലെ നിറച്ച് ഓർഡേഴ്സ് എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ നിറച്ച് ഓർഡേഴ്സ് തരിക. യൂട്യൂബിൽ നിന്ന് വലിയ ക്യാഷൊന്നും എനിക്ക് കിട്ടാറില്ല. കൂടുതൽ എനിക്ക് നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലെ ഓർഡർ വഴി ഞാനിപ്പോൾ കിട്ടുന്ന എനിക്ക് ഒരു വീഡിയോ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 4-5 ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് കിട്ടും. അതെല്ലാം വെച്ചിട്ട് ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിറച്ച് വീഡിയോസ് യൂട്യൂബിൽ ആഡ് ചെയ്യുന്നത്. കേട്ടോ, ഓക്കെ. അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇതുപോലെ നിറച്ച് ഓർഡർ ഇതുപോലെ നിങ്ങൾ തരിക. തന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല സപ്പോർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങളും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും എൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓർഡറെല്ലാം പാക്ക് ചെയ്യുക, എൻ്റെ പ്ലാൻസിലെല്ലാം പോയി നോക്കുക. പിന്നെ അതിനുശേഷം കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യുക. പിന്നെ നിറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഓർഡറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ആഴ്ചത്തേക്ക് വേണ്ടിയുള്ള വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുകയാണ് അടുത്ത പണി. അപ്പോൾ ഇനി വരുന്ന വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാക്കിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് കറക്റ്റ് പാക്കിങ്ങിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിപ്പോൾ ഞായറാഴ്ചകളിൽ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് പ്ലാൻസ് കളക്ട് ചെയ്യാൻ പോയി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ. സൈനിങ് ഔട്ട്.